Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്നത്തെ നമ്മുടെ റംദാൻ സ്പെഷ്യൽ സീരീസിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മൂത്തിയാണ്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മുടെ ഷമാമാണ്. അത് ചിലർക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇത് സ്മൂത്തിയാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുടിക്കുവാണെങ്കിൽ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിത് പേഴ്സണലി ഇതിൻ്റെ ഒരു ഫ്ലേവറും മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു കുരു ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ആ വൈറ്റും പുറമേയുള്ള ആ ഒരു സ്കിന്നിൻ്റെ അതും നമുക്ക് റിമൂവ് ചെയ്യണം. ഏകദേശം ഒരു പപ്പായയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും, പക്ഷേ ഫ്ലേവറൊന്നും അങ്ങനെയല്ല. ചെറിയൊരു മധുരവും പുളിപ്പും പിന്നെ നല്ലൊരു മണമൊക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് ഇത്. പിന്നെ സ്കിന്നും അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ നോക്കുവാണെങ്കിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞ് വീഡിയോ ലെങ്തി ആക്കുന്നില്ല, നിങ്ങൾ ബോറടിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഷമമൊക്കെ കട്ട് ചെയ്ത് ഇവിടെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കുറച്ച് ബദാം, അതുപോലെ തന്നെ നമ്മുടെ പിസ്ത, പിന്നെ കുറച്ച് വെള്ള എള്ള്, അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് ഫ്രീസ് ചെയ്തിട്ടുള്ള അങ്ങ് ഐസാക്കിയിട്ടുള്ള പാലല്ല, നോർമൽ കുറച്ച് രീതിയിലൊന്ന് ഒരു സ്മൂത്തി പോലെയാണല്ലോ. അപ്പോൾ ഷെയ്ക്കിൻ്റെ രീതി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിലേ കട്ടിയാക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് റോസ്റ്റഡ് ബദാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ ഞാൻ എൻ്റെ പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പൗഡറി ഫോമിൽ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഷമാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്യുക, ബാക്കി നമ്മുടെ എള്ളും ഇടുക, എന്നിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്തും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സ്പീഡ് കൂട്ടിയും കുറച്ചും ആ ഒരു രീതി വേണം ഇത് ബ്ലെൻഡ് ചെയ്ത് നല്ലതായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നല്ലപോലെ സ്മൂത്തിയാക്കി എടുക്കാൻ. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇല്ല ഭയങ്കര വാട്ടറി ആയിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നോമ്പ് തുറക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഷേക്കാണ്. അഡോണിസ് വന്നിടയ്ക്ക് കൈയിട്ടപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, അവിടെ നിൽക്ക് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഞാൻ പിന്നെ അന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ള എള്ളും മേളിലിട്ട് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഈ സമയത്ത് ചൂട് സമയത്തൊക്കെ നമുക്ക് വലുതായിട്ട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ബൂസ്റ്റ് ഒന്നും വാരിയിട്ട് ഇതിൻ്റെ ഫ്ലേവർ കളയല്ലേ, ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അടിപൊളി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.